മിഡിൽ ഈസ്റ്റിനെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സൈനികരുടെ വധത്തിന് പ്രതികാരമായി സിറിയയിലെ അതീവ സുരക്ഷിതമായ അൽതൻസ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ശത്രുക്കളുടെ സ്പെഷ്യലിസ്റ്റ് ഓപ്പറേഷൻസ് കമാൻഡ് സെന്ററിന് നേരെ അതിശക്തമായ അപ്രതീക്ഷിത ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ കനത്ത സുരക്ഷാ വലയത്തിലുള്ള താവളത്തിന് നേരെയുണ്ടായ ഈ ബോംബാക്രമണം വാഷിംഗ്ടണിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏതൊരു അമേരിക്കൻ പ്രകോപനത്തിനും വിനാശകരമായ മറുപടി നൽകുമെന്ന ടെഹ്റാന്റെ കടുത്ത മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക നീക്കം ഉണ്ടായത്. അതേസമയം മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥയുടെ ആഴം കൂട്ടിക്കൊണ്ട് ഇറാനിയൻ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ അമേരിക്ക തങ്ങളുടെ ആക്രമണം തടസ്സമില്ലാതെ തുടരുകയാണ്. തുടർച്ചയായി 9ാം രാത്രിയും ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വൻ വ്യോമാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകളുടെയും എണ്ണക്കപ്പലുകളുടെയും ഗതാഗതത്തിന് ഭീഷണി ഉയർത്താൻ ഇറാൻ ഉപയോഗിക്കുന്ന സൈനിക ശേഷിയും മിസൈൽ താവളങ്ങളും തകർക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് പെന്റഗൺ വ്യക്തമാക്കുന്നത്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുന്നോട്ടു പോകുന്നതോടെ മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായ പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. സിറിയയിലെ US സ്പെഷ്യൽ ഫോഴ്സിന്റെ പ്രധാന താവളങ്ങളിലൊന്നായ അൽതൻസ് ലക്ഷ്യമിട്ടാണ് ഇറാന്റെ കമാൻഡോകൾ ഇത്തവണ ആക്രമണം അഴിച്ചുവിട്ടത്. മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ അതീവ രഹസ്യമായാണ് ഈ സർപ്രൈസ് ആക്ഷൻ ഇറാൻ ആസൂത്രണം ചെയ്തത്. അത്യാധുനിക ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ബോംബാക്രമണത്തിൽ US കമാൻഡ് സെന്ററിന്റെ പ്രധാന ഭാഗങ്ങൾ തകർന്നതായാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങളുടെ സൈനികരുടെ ചോരയ്ക്ക് പകരമായിട്ടാണ് ഈ പ്രതികാര നടപടിയെന്ന് IRGC വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് നീക്കത്തെയും പ്രതിരോധിക്കാൻ തങ്ങൾ സജ്ജമാണെന്ന സന്ദേശമാണ് ഈ അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്നത്. സിറിയയിലെയും ഇറാഖിലെയും അമേരിക്കൻ സൈനിക സാന്നിധ്യം നിയമവിരുദ്ധമാണെന്നും അവ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും ടെഹ്റാൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്ത്രപ്രധാനമായ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കേന്ദ്രം തന്നെ ആക്രമിക്കാൻ കഴിഞ്ഞത് ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സൈനിക ആസൂത്രണ മികവിന്റെ തെളിവായി അവർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഈ കടുത്ത തിരിച്ചടികൾക്ക് മുന്നിൽ പതറാതെ ഇറാനെ വരിഞ്ഞു മുറുക്കാനാണ് അമേരിക്കയുടെ ശ്രമം. തുടർച്ചയായി 9 ദിവസങ്ങളായി US യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും ഇറാന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ വർഷം നടത്തുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് നടത്തുന്ന കപ്പൽ പിടിച്ചെടുക്കലുകൾക്കും ആക്രമണങ്ങൾക്കുമെതിരെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത സുരക്ഷ ഉറപ്പാക്കുക എന്ന ഭാരമേറിയ ഉത്തരവാദിത്തമാണ് തങ്ങൾ നിർവഹിക്കുന്നതെന്നാണ് അമേരിക്കൻ വാദം. ഇറാന്റെ നാവിക വ്യോമ പ്രതിരോധ നിരകളെ പരമാവധി ദുർബലപ്പെടുത്തുകയാണ് ഈ 9ാം രാത്രിയിലെ ആക്രമണത്തിലൂടെയും US ലക്ഷ്യമിട്ടത്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായതിനാൽ അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് ചില പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുമുണ്ട്. എന്നാൽ അമേരിക്കൻ സൈന്യം തുടർച്ചയായി വലിയ വില നൽകേണ്ടി വരുമെന്നും ഇറാന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു തെറ്റായ നീക്കം പോലും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ താവളങ്ങളുടെയും നാശത്തിന് കാരണമാകുമെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അൽതൻ കമാൻഡ് സെന്ററിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ സൈന്യത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിടാൻ പെന്റഗൺ ഇതുവരെ തയ്യാറായിട്ടില്ല. സൈനിക താവളത്തിൽ കനത്ത പുകയും സ്ഫോടനങ്ങളും ഉണ്ടായതായി പ്രാദേശിക നിരീക്ഷകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആക്രമണത്തിന്റെ വ്യാപ്തി പുറത്തറിഞ്ഞാൽ അത് അമേരിക്കയിൽ വലിയ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് കാരണമാകുമെന്നതിനാലാണ് വിവരങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നതെന്നാണ് സൂചനകൾ. മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ യുദ്ധമുഖം ഇസ്രയേൽ ഉൾപ്പെടെയുള്ള മറ്റ് പ്രാദേശിക ശക്തികളെയും കടുത്ത ജാഗ്രതയിലാക്കുന്നുണ്ട്. സിറിയയിലെ ഇറാന്റെ സ്വാധീനം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇസ്രയേൽ കാലങ്ങളായി വാദിക്കുന്നുണ്ട്. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ നേരിട്ട് ആക്രമണം നടത്താൻ തുടങ്ങിയതോടെ സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്നും മിസൈൽ നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്ന ഭീതിയും ശക്തമാണ്. തുടർച്ചയായി 9 ദിവസത്തെ അമേരിക്കൻ ബോംബാക്രമണം ഇറാനിലെ സാധാരണ ജനങ്ങൾക്കിടയിലും വലിയ ഭീതിയും പ്രതിഷേധവും ഉണ്ടാക്കി. തങ്ങളുടെ രാജ്യത്തിന് നേരെയുണ്ടാകുന്ന വിദേശ അധിനിവേശത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ചകളാണ് ടെഹ്റാനിൽ നിന്ന് വരുന്നത്. സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പുറമെ നേരിട്ടുള്ള വ്യോമാക്രമണങ്ങൾ കൂടി നേരിടേണ്ടി വരുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെങ്കിലും സൈനികപരമായി അവരൊട്ടും പിന്നോട്ട് പോകുന്നില്ല.
ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ മിഡിൽ ഈസ്റ്റിലെ ഈ കൊടും സംഘർഷത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരു വിഭാഗവും സമാധാനത്തിന്റെ പാത സ്വീകരിച്ചില്ലെങ്കിൽ ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ സാഹചര്യങ്ങളിലേക്ക് വഴിമാറുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ചർച്ചകൾക്കുള്ള എല്ലാ വാതിലുകളും അടച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും പരസ്പരം ബോംബെറിയുന്ന അവസ്ഥ ലോക സമാധാനത്തിന് ഭീഷണിയാണ്. ആഗോള ഊർജ്ജ വിപണിയിൽ ഈ സംഘർഷമുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. ഹോർമസ് കടലിടുക്ക് കൂടുതൽ വഷളായ യുദ്ധമേഖലയായി മാറുന്നതോടെ ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിൽ കുതിച്ചുയരുകയാണ്. പല പ്രമുഖ കപ്പൽ കമ്പനികളും ഈ പാതയിലൂടെയുള്ള യാത്രകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇത് ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ വൻ വിലക്കയറ്റത്തിനും ഇന്ധനക്ഷാമത്തിനും കാരണമാവാം. ഇറാന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ സർപ്രൈസ് അറ്റാക്ക് അമേരിക്കയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ വലിയൊരു പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ മിസൈൽ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ടെത്താൻ അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും സിറിയയിലെ കമാൻഡ് സെന്റർ സംരക്ഷിക്കാൻ കഴിയാത്തത് പെന്റഗണിന് മേൽ വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. തങ്ങളുടെ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ US ഭരണകൂടം പരാജയപ്പെടുന്നു എന്ന ആക്ഷേപവും ശക്തമാണ്. വരും ദിവസങ്ങളിൽ അമേരിക്ക ഇതിനു പകരമായി സിറിയയിലെയോ ഇറാനിലെയോ കൂടുതൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 10ാം രാത്രിയും ആക്രമണം തുടരാനാണ് സാധ്യത. അമേരിക്ക പിൻവാങ്ങാൻ തയ്യാറാകാത്ത പക്ഷം തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് മിഡിൽ ഈസ്റ്റിലെ എല്ലാ US താവളങ്ങളെയും ഒരേ സമയം ആക്രമിക്കാൻ ഇറാൻ മടിക്കില്ലെന്ന് IRGC കമാൻഡർമാർ വ്യക്തമാക്കുന്നുണ്ട്. സിറിയൻ ഭരണകൂടവും റഷ്യയും ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുക എന്നതും നിർണായകമാണ്. തങ്ങളുടെ മണ്ണിൽ അമേരിക്കൻ സൈന്യം നടത്തുന്ന നീക്കങ്ങളെ സിറിയൻ സർക്കാർ എപ്പോഴും എതിർക്കാറുണ്ട്. ഇറാന് റഷ്യ നൽകുന്ന തന്ത്രപരമായ പിന്തുണ കൂടി കണക്കിലെടുത്താൽ ഈ സംഘർഷം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളത് മാത്രമല്ല, മറിച്ച് വലിയൊരു ആഗോള ശക്തികളുടെ ചേരിതിരിവിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. അൽതൻസിലെ അമേരിക്കൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് സെന്ററിന് നേരെ ഇറാൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണവും അമേരിക്കയുടെ തുടർച്ചയായ 9ാം രാത്രിയിലെ ബോംബാക്രമണവും മിഡിൽ ഈസ്റ്റിനെ വലിയൊരു സ്ഫോടനത്തിന്റെ വക്കിലാണ് എത്തിച്ചത്.